മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഥാർ എന്ന് പറയുന്ന ഒരു വികാരമായിരുന്നു. കാരണം നേരത്തെ തൊട്ട് ഥാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഥാർ തന്നെ ഉപയോഗിച്ച് അതിനെ ആ ഥാറിൻ്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അങ്ങനെ മഹീന്ദ്ര ഥാർ എന്ന വാഹനത്തിൽ ഒരുപാട് കാലം വാണു ആക്ച്വലി ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ. അതിനുശേഷം കുറച്ചൊരു സ്ലോ ഡൗൺ ആയ സമയത്താണ് വീണ്ടും 2020 ഒക്ടോബറിലാണ്, ഒക്ടോബർ 2 ടു ബി പ്രിസൈസ്, ഒക്ടോബർ 2 പുതിയ ഥാർ, ഒരു ഫേസ് ലിഫ്റ്റിനേക്കാൾ കൂടുതൽ കംപ്ലീറ്റ്ലി ഒരു പുതിയ ഥാറുമായിട്ട് മഹീന്ദ്ര വന്നു. അത് ഭയങ്കര സക്സസ്സുമായി. ആ ഒരു ഐക്കോണിക് സ്ട്രക്ചർ, ഥാറിൻ്റെ ഒരു ഐക്കോണിക് സ്ട്രക്ചർ വീണ്ടും പുതിയ ഥാറിലേക്കും മഹീന്ദ്രയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു വാഹനം, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ വാഹനമായിട്ട് കുറച്ച് നാൾ നന്നായിട്ട് നിന്നു. പക്ഷേ വില കുറച്ച് അധികം കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേർഷൻ വന്നു, 4x4 ഓട്ടോമാറ്റിക് വേർഷൻ, സസ്പെൻഷൻ ബെറ്റർ, ഇൻറ്റീരിയർ കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് വന്നു. ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലാതെ മറ്റൊന്നും ഥാർ എന്ന് പറയുന്ന മഹീന്ദ്രയുടെ മോഡലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിലയൊരു വലിയ ഫാക്ടറായിരുന്നു. ഒരു 16 ഒക്കെ തുടങ്ങിയിട്ട് അതൊരു 19 അല്ലെങ്കിൽ 20 അടുത്ത് തന്നെ, 20 തൊട്ട് താഴെ വരെ ഥാർ ഓട്ടോമാറ്റിക് ഡീസലിൻ്റെ വില വന്ന് നിന്നു. ആ സമയത്താണ് കുറച്ചൊന്ന് അതിൻ്റെ ഒരു സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു കുറവ് വന്നത്. കാരണം ഥാർ ഇറങ്ങിയ സമയത്ത് മാർജിന് പോലും വാഹനം വിട്ടിരുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി ഇട്ടിരുന്ന വിലയിൽ കൂടുതൽ വിലയ്ക്ക് വരെ ഥാർ വിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ പ്രൈസ് അങ്ങ് കൂടിക്കഴിഞ്ഞ് അവരുടെ പ്രൊഡക്ഷനും കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഥാർ കുറച്ച് ഈസിലി അവൈലബിൾ ആയി. അങ്ങനെ ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ആളുകൾക്ക് ഥാറിനോടുള്ളൊരു വില കൂടിയതിൻ്റെ പേരിൽ കുറച്ചൊരു സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെയാണ് ഥാർ ഒരു സാധാരണക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി അവരുടെ 4x4 മാറ്റി 4x2, അല്ലെങ്കിൽ 4x4 മാറ്റി എന്നല്ല, 4x4 കൂടെ ഒരു 4x2 വേർഷനും, അതുപോലെ ഡീസൽ ഓട്ടോമാറ്റിക് വേർഷൻ മാറ്റിയിട്ട് ഒരു മാനുവൽ മാത്രമായിട്ട് ഒരു 4x2 ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനം ഥാറിൽ കൊണ്ടുവന്നു. അതിൻ്റെ വിലയും ഒരു കുറച്ച് 10 അടുപ്പിച്ചൊരു വിലയും കൊണ്ടുവരാനായിട്ട് ഥാർ ശ്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഥാർ, മഹീന്ദ്ര ഥാർ ഉദിച്ചത്. ഥാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ അതിനോട് യോജിക്കില്ല. ഓഫ് റോഡ് പോകുന്ന ആളുകളും ഥാറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചും കൂടെ പറയാൻ ഇഷ്ടം. എന്താണെങ്കിലും 4x4 ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരു 4x2 ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഥാറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര പേര് ആക്ച്വലി, നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എത്ര പേര് ആക്ച്വലി ഈ ഒരു ഥാർ എടുത്തിട്ട് ഓഫ് റോഡ് പോകും, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ഓഫ് റോഡ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു 10% ആളുകളെ അത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ 10% നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് 4x4 ഉള്ള ഥാർ തന്നെ വേണം. അതല്ല, ഈ ഥാറിൻ്റെ ഒരു സ്റ്റൈലിംഗ്, ആ ഒരു ഫുൾ ഫീലിംഗ് മാത്രമാണ് വേണ്ടത്. ഒരു 4x4 അല്ല 4x2 മതി എങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഥാർ കൊണ്ടുവരുന്ന ഈ വാഹനം നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു 4x2 ആണ്, ഡീസലുണ്ട്, കാഴ്ചയിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ കാഴ്ചയിൽ നമ്മൾ സാധാരണ ഥാർ കാണുന്ന ആ രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും. വേറെ വ്യത്യാസങ്ങളൊന്നും ഫ്രണ്ടിൽ നിന്നില്ല. വീൽ സൈസ് സെയിം ആണ്, ഥാർ എന്നുള്ള എഴുത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. വീൽസിൻ്റെ ആ ഒരു എല്ലാം, വീലിൻ്റെ സൈസ് സെയിം ആണ്, കമ്പനി സെയിം ആണ്, എല്ലാം തന്നെ സെയിം ആണ്. അതിൻ്റെ ഹോൾ ഡയമെൻഷൻസ് നോക്കിയാലും സെയിം ആണ്. ഈ ബാക്കിൽ 4x4 എന്ന് പറയുന്ന വലിയൊരു എഴുത്തുണ്ടായിരുന്നു, അത് മാറിയിട്ട് ഒന്നുമില്ല, ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആണ്. അത്രയും മാത്രമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ പുതിയ ഥാറിലേക്ക്, അല്ലെങ്കിൽ ഒരു 4x2 മാനുവൽ ഥാറിലേക്ക് വരുമ്പോൾ, പുതിയ എൻജിൻ വെച്ച ഥാറിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസമെന്ന് പറയാനുള്ള ആകെയുള്ളത് ഈ എഴുത്ത് 4x4 മാറി ഒന്നുമില്ലാതെ പ്ലെയിൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ ഡിസൈൻ ആ ഒരു 4x4 മാറി അതിൻ്റെ പ്ലെയിൻ ആയി എന്ന് പറഞ്ഞ് ഞാൻ ആ ഡിസൈൻ്റെ കാര്യം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു 3 വീഡിയോ ഥാറിനെ പറ്റി പെട്രോൾ ചെയ്തു, ഡീസൽ ചെയ്തു, പിന്നെ ആദ്യം തന്നെ എനിക്ക് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഥാറിൻ്റെ ഒരു ഉഗ്രം വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഓഫ് റോഡൊക്കെ പിടിച്ച്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വീണ്ടും ഇതിൻ്റെ ഡിസൈൻ പറയാനായിട്ട്, അല്ലെങ്കിൽ അതൊരു ഭയങ്കര ആഭാസമായി പോകും, അല്ലെങ്കിൽ വലിച്ചു വെച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്ന ഡിസൈൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, വേറെ വ്യത്യാസങ്ങളൊന്നും ആ 4x4 വാഹനം അല്ലെങ്കിൽ 4x4 ഥാറിൽ നിന്ന് ഈ 4x2 ഥാർ ആയി കഴിഞ്ഞപ്പോൾ കാഴ്ചയിൽ ഒരു വ്യത്യാസമില്ല, എക്സെപ്റ്റ് ഫോർ ദാറ്റ് 4x4 എന്നുള്ള, അല്ലെങ്കിൽ 4x4 എന്നുള്ള എഴുത്ത് മാറിയിട്ട് അവിടെ പ്ലെയിൻ ആയെന്നുള്ള, അല്ലാതെ വേറെ വ്യത്യാസം ഒന്നുമില്ല. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു 4x4 ഉണ്ടായിരുന്ന അതിൻ്റെ ഓപ്പറേഷനുണ്ടായിരുന്ന
കാര്യങ്ങളൊക്കെ അങ്ങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു അതിൻ്റെ ലിവർ വന്നിരുന്നത്, 4x4 ലിവർ വന്നിരുന്നത്, അതിൻ്റെ എൻഗേജിങ് ലിവർ എല്ലാം വന്നിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. നമ്മുടെ ഗിയർ ലിവറിൻ്റെ തൊട്ട് സൈഡിൽ അത് മാറി ഇപ്പോൾ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വന്നു. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കിട്ടാനായിട്ട് ആ ഒരു ലിവർ മാറിയോണ്ട് ആ സ്ഥലം സഹായിച്ചു. പിന്നെയുള്ള മെയിൻ വ്യത്യാസം മഹീന്ദ്രയുടെ പുതിയ ലോഗോ വന്നു എന്നുള്ളതാണ്. ഈ ലോഗോ വന്നത് തന്നെ വലിയൊരു വ്യത്യാസമായിട്ട് നമുക്കിപ്പോൾ കാണാം. എന്താണെങ്കിലും ആ പുതിയ ലോഗോ ആണ് ഇപ്പോൾ സ്റ്റിയറിംഗിൽ വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കി സ്വിച്ചസ് എല്ലാം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതിൻ്റെ കൺട്രോൾസും എല്ലാം തന്നെ സെയിം തന്നെയാണ്. നേരത്തെ നമ്മൾ 4x4 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഥാറിലൊക്കെ കണ്ടിരുന്ന പോലത്തെ തന്നെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാം തന്നെ സെയിം ആണ്. സീറ്റ് സെയിം, അതുപോലെ കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. പക്ഷേ വ്യത്യാസം വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡ്രൈവിലാണ്. ഡ്രൈവിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എൻജിൻ മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് ഇനി കാണാം. മഹീന്ദ്ര റിയലൈസ് ചെയ്ത വലിയൊരു ഫാക്റ്റ്, ഥാർ ഫാൻസ് അല്ലെങ്കിൽ ഥാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു 4x4 അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് പോകുന്ന ആളുകളല്ല എന്നുള്ളൂ. അവർക്ക് ഥാർ എന്ന ഒരു വാഹനത്തോടുള്ള അതിൻ്റെ ഒരു വികാരമാണ് ഥാറിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഒരു 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ കൊണ്ടുവരാൻ മഹീന്ദ്രയെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 4x4 അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വാഹനം വേണ്ടാത്ത ആളുകൾക്ക് ഡെഫിനറ്റായിട്ടും ഒരു 2 വീൽ ഡ്രൈവ്, ഒരു ഥാർ മതി എന്നാണെങ്കിൽ 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ മഹീന്ദ്ര ഥാറിൽ 2 വീൽ ഡ്രൈവ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വലിയ വ്യത്യാസം ഇല്ല, ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമാണുള്ളൂ. പക്ഷേ അതിൻ്റെ ഡ്രൈവിലാണ് കൂടുതൽ ഈ ഒരു 4 വീൽ ഡ്രൈവിൽ നിന്ന് 2 വീൽ ഡ്രൈവ് ആയപ്പോൾ ഉള്ള വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നതിൻ്റെ ഡ്രൈവിലാണ്. 4 വീൽ ഡ്രൈവ് മാറി 2 വീൽ ഡ്രൈവിലേക്ക് വന്നപ്പോൾ മുഴുവൻ അല്ലെങ്കിൽ ഹോൾ വാഹനത്തിൻ്റെ വെയിറ്റ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു വെയിറ്റ് വാഹനത്തിൻ്റെ കുറയുന്നതനുസരിച്ച് എൻ്റെ ഡ്രൈവും കുറച്ചും കൂടി ലൈറ്ററായി, കുറച്ചും കൂടി ലൈറ്റർ ഫീലാണ് 4 വീൽ ഡ്രൈവിൽ നിന്ന് 2 വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യുന്നത്. ഥാർ 4 വീൽ ഡ്രൈവിൽ എഞ്ചിൻ മാറി 117 HP 300 Nm ടോർക്കുമുള്ള 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇപ്പോൾ 2 വീൽ ഡ്രൈവ് ഥാറിൽ വരുന്നത്. അപ്പം ആ ഒരു എഞ്ചിൻ്റെ സൈസും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 2 ലിറ്റർ ആയിരുന്നു, ഇപ്പോൾ അത് 1.5 ആയപ്പോൾ തന്നെ എഞ്ചിൻ സൈസ് കുറഞ്ഞു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ്, വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വെയിറ്റ് പറയാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ നേരത്തെ ഒരു ഓട്ടോമാറ്റിക് വരുന്നുണ്ടായിരുന്നു ഡീസൽ, ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇല്ല. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കിന് പകരം ഇപ്പോൾ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് ഡീസൽ എഞ്ചിനിൽ വരുന്നത്. പക്ഷേ പെട്രോൾ എഞ്ചിനിൽ ഇപ്പോഴും ഒരു ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിരിക്കും. ഡ്രൈവിന് സമയത്ത് ഫീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ഫ്രണ്ടിൽ എഞ്ചിൻ്റെ വെയിറ്റ് കുറഞ്ഞു, അതുപോലെ ഗിയർ ബോക്സിൻ്റെ വ്യത്യാസവും എല്ലാം കൂടി വന്നപ്പോൾ ഫ്രണ്ടിൽ കുറച്ചും കൂടി വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് കുറച്ചും കൂടി ലൂസായി എന്നുള്ളൊരു ഫീൽ വരും. നേരത്തെ ഥാർ അല്ലെങ്കിൽ 4x4 ഥാർ ഓടിക്കുമ്പോൾ കുറച്ചൊരു ഹെവി ഫീൽ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുമായിരുന്നു. അത് മാറി കുറച്ചും കൂടി ഒരു ലൂസർ ഫീല് വരും. നേരത്തെ പെട്രോൾ എഞ്ചിൻ ഓടിക്കുന്ന ആ ഒരു ഡീസൽ പെട്രോൾ ആ കമ്പാരിസണിൽ ഓടിക്കുമ്പോൾ ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഫീല് കുറച്ചും കൂടി കൂടുതൽ ഇപ്പോൾ ഉള്ള ഈ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിലേക്ക് വരുന്നുണ്ടെന്നൊരു ഫീൽ വരുന്നുണ്ട്. സോ ഇറ്റ്സ് മോർ ലൈറ്റർ, കുറച്ചും കൂടി ഒരു ലൂസ് ഫീല് വരുന്നുണ്ട്. സോ ഒരു 4x4 ഥാർ ഓടിക്കുന്ന ഒരു ഹെവിനെസ്, ഒരു റഗഡ്നെസ് ഈ ഒരു 2 വീൽ ഡ്രൈവ് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. കുറച്ചും കൂടി ലൈറ്റർ ഫീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ ഗിയേഴ്സ് എല്ലാം ഒരു ഭയങ്കര ഷോർട്ടായിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും എല്ലാം. 5th 6th വരുമ്പോൾ കുറച്ച് ഒരു ടോൾ ഗിയേഴ്സ് ആണ് എന്ന് ഫീൽ ചെയ്യും. കുറച്ചും കൂടെ ടൈം എടുത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വലിയൊരു ഗുണം, ഒരുപാട് പേര് പറയുന്ന പോലെ ഒരു ഥാർ ലവർക്ക് പറ്റുന്ന രീതിയിൽ അതിൻ്റെ 4x4 വേണ്ട എങ്കിൽ കുറച്ചും കൂടി മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം 2x2 വരുമ്പോൾ കാരണം 2 വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചും കൂടി മൈലേജ്, ഒരു 15 km/ലിറ്റർ ഒക്കെ കിട്ടുന്നുണ്ട് മിക്ക വാഹനങ്ങൾക്കും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു 12 to 13 ബിറ്റ്വീൻ അത് കിട്ടിയിരുന്നു. സോ 4x4 ബെറ്റർ മൈലേജ് ആണ് ഇപ്പോൾ 2 വീൽ ഡ്രൈവ് ഥാർ നൽകുന്നത് ഡീസൽ എഞ്ചിൽ. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് നോർമലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സായ എയർ ബാഗ്, അതുപോലെ ABS, ട്രാക്ഷൻ കൺട്രോൾ എന്നിവയെല്ലാം ഇപ്പം 2 വീൽ ഡ്രൈവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 വീൽ ഡ്രൈവ് വെച്ച് ഥാർ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് മറ്റൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ഒരു ഥാർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരത്തെ ഒരു ഥാർ വാങ്ങിക്കണമെങ്കിൽ ഒരു 15 മുകളിലൊക്കെ ആയിരുന്നു പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൽ താഴെ അത്യാവശ്യം ഒരു ഥാർ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ മഹീന്ദ്ര ഥാറിനെ ഇറക്കിയിരിക്കുന്നത്. സോ 2 വീൽ ഡ്രൈവ് ഥാറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.99 lakhs എന്നാണ്. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.
ഥാർ ലവേഴ്സിന്. അതുപോലെ ഇതിനൊരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. പക്ഷേ ഇനി ഉടനെ തന്നെ വെരി സൂൺ മാരുതി അവരുടെ ജിംനിയുമായിട്ട് വരുന്നുണ്ട്. അതൊരു കോമ്പറ്റീറ്ററായിട്ട് തന്നെ നിൽക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ജിംനി വരുന്നത് നോക്കിയിരിക്കുകയാണ് ഹോൾ മാർക്കറ്റ്. അപ്പം ജിംനി വരുന്നത് ഥാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന കാര്യം ഉറപ്പാണ്.